ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മാസിയോ നോളജ് ഹബ്. ഇന്ന് നമുക്ക് ബിയോവുൾഫിനെ കുറിച്ച് സംസാരിച്ചാലോ? ബിയോവുൾഫ് ഒരു പഴയ ഇംഗ്ലീഷ് ഇതിഹാസമാണ്. 3282 അക്ഷരവരികൾ അടങ്ങിയ കവിത. പഴയ ഇംഗ്ലീഷിലെ അവശേഷിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന നീണ്ട കവിത. പഴയ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായി ഉദ്ധരിക്കപ്പെടുന്നു. രചനയുടെ തീയതി ഒരു വിഷയമാണ്. പണ്ഡിതന്മാർ തമ്മിലുള്ള തർക്കം ഒരേയൊരു നിശ്ചിത ഡേറ്റിംഗ് കൈയെഴുത്തു പ്രതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് 975 1025 ഇടയിലാണ് നിർമ്മിച്ചത്. എഴുത്തുകാരൻ ഒരു അജ്ഞാത ആംഗ്ലോ സാക്സൺ കവിയായിരുന്നു. ഗീറ്റുകളുടെ നായകനായ ബിയോവുൾഫ് ഡെൻമാർക്കിലെ രാജാവായ ഹ്രോത്ഗറിന്റെ സഹായത്തിനായി വരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ഹാളായ ഹിയോറോഡ് ഗ്രണ്ടൽ എന്ന രാക്ഷസനാൽ വലയപ്പെടുന്നു. ബിയോവുൾഫ് തന്റെ നഗ്നമായ കൈകൾ കൊണ്ട് ഗ്രണ്ടലിനെയും ഗ്രണ്ടലിന്റെ അമ്മയെയും അവളുടെ ഗുഹയിൽ കണ്ടെത്തിയ ഒരു ഭീമൻ വാൾ ഉപയോഗിച്ച് കൊല്ലുന്നു. പിന്നീട് തന്റെ ജീവിതത്തിൽ ബിയോവുൾഫ് ഗീറ്റുകളുടെ രാജാവായി തീരുന്നു. ഒപ്പം തന്റെ സാമ്രാജ്യം ഒരു വ്യാളിയാൽ ഭയപ്പെടുന്നതായി കാണുന്നു. അവരുടെ നിധിയിൽ ചിലത് ഒരു ശ്മശാന കൂനയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നു. അവൻ തന്റെ ദാസന്മാരുടെ സഹായത്താൽ വ്യാളിയെ ആക്രമിക്കുന്നു. പക്ഷേ അവർ വിജയിക്കുന്നില്ല. ഏണൻസിലെ അതിന്റെ ഗുഹയിലേക്ക് ഡ്രാഗണിനെ പിന്തുടരാൻ ബിയോവുൾഫ് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യുവ സ്വീഡിഷ് ബന്ധുവായ വിഹാൾഫ് മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ചേരാൻ ധൈര്യപ്പെടുന്നത്. ഒടുവിൽ ബിയോവുൾഫ് ഗ്രണ്ടലിനെ കൊല്ലുന്നു. പക്ഷേ പോരാട്ടത്തിൽ മാരകമായി പരിക്കേറ്റു. അദ്ദേഹത്തെ സംസ്കരിക്കുകയും കടലിനോട് ഒരു ശ്മശാന കൂന സ്ഥാപിക്കുകയും ചെയ്യുന്നു. അമാനുഷിക പിശാചുക്കൾക്കും മൃഗങ്ങൾക്കും എതിരെ അസാധ്യമായ പ്രതിബന്ധങ്ങളിൽ തന്റെ ശക്തി തെളിയിക്കാൻ വളരെയധികം ദൂരം സഞ്ചരിക്കുന്ന ഒരു നായകനാണ് പ്രധാന കഥാപാത്രം ബിയോവുൾഫ്. പുരാതന കാലത്തെ ഇതിഹാസത്തിന്റെ സവിശേഷതകളായ കാര്യങ്ങളുടെ മധ്യത്തിലോ കവിത ആരംഭിക്കുന്നു. ബിയോവുൾഫിന്റെ വരവോടെ കവിത ആരംഭിക്കുന്നുണ്ടെങ്കിലും ഗ്രണ്ടലിന്റെ ആക്രമണങ്ങൾ ഒരു തുടർച്ചയായ സംഭവമാണ്. കഥാപാത്രങ്ങളുടെയും അവരുടെ വംശപരമ്പരകളുടെയും വിപുലമായ ചരിത്രം, പരസ്പരം അവരുടെ ഇടപെടലുകൾ, കടങ്ങൾ തിരിച്ചടക്കൽ, പ്രവൃത്തികളുടെ വീര്യം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. യോദ്ധാക്കൾ അവരുടെ യജമാനനോടുള്ള വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഒരുതരം സാഹോദര്യം രൂപപ്പെടുത്തുന്നു. ബിയോവുൾഫിന്റെ പ്രത്യേകത എന്തെന്നാൽ കവിത യഥാർത്ഥത്തിൽ ഒരു ശവസംസ്കാരത്തോടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന എന്നതാണ്. കവിതയുടെ തുടക്കത്തിൽ രാജാവ് ഷീൽഡ് ഷീപ്സൺ മരിക്കുന്നു. അദ്ദേഹത്തിനായി ഒരു വലിയ ശവസംസ്കാരം നടക്കുന്നു. കവിതയുടെ അവസാനം ബിയോവുൾഫ് മരിക്കുമ്പോൾ ബിയോവുൾഫിന്റെ ഒരു വലിയ ശവസംസ്കാരവും നടക്കുന്നുണ്ട്.